നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ സമാഹരിക്കാൻ ഒരുങ്ങുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നോട് ആലോചിക്കാതെ പ്രസ്താവനകൾ ഇറക്കരുതെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് കർശന നിർദ്ദേശം നൽകി. ഇലക്ഷന് തലേന്ന് സമസ്ത സർക്കാരിനെതിരെ രംഗത്തെത്തിയതാണ് പിണറായി വിജയനെ പ്രകോപിപ്പിച്ചത്. ചുരുക്കത്തിൽ നിലമ്പൂരിൽ സ്വരാജ് തോറ്റാൽ അത് മന്ത്രി ശിവൻകുട്ടിയുടെ മാത്രം ഉത്തരവാദിത്വമായിരിക്കുമെന്നാണ് പിണറായി നൽകിയ ശാസന. മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം ശിവൻകുട്ടി പിണക്കിയതായി പിണറായി വിജയൻ വിശ്വസിക്കുന്നു. മരുമകനും മന്ത്രിയുമായ മുഹമ്മദ് റിയാസ് ശിവൻകുട്ടിക്കെതിരെ മുഖ്യമന്ത്രിയോട് സംസാരിച്ചെന്ന വിവരം സ്കൂൾ സമയം മാറ്റി മുസ്ലിം സമുദായത്തെ അവഹേളിച്ചു എന്നാണ് ശിവൻകുട്ടി അണനെതിരായ പരാതി. വീട്ടിൽ ഉറങ്ങിക്കിടന്ന ശിവൻകുട്ടിയെ ജയിപ്പിച്ചെടുത്ത് മന്ത്രിയാക്കിയത് പിണറായിയാണ്. സ്കൂൾ സമയം മാറ്റം സംബന്ധിച്ച് പരാതി ലഭിച്ചിട്ടില്ല എന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന തെറ്റാണ് എന്നാണ് സമസ്ത പറയുന്നത്. സ്കൂൾ സമയമാറ്റം ഏറ്റവും അധികം ബാധിക്കുക മുസ്ലിം സമുദായത്തെയാണെന്നും മുസ്ലിം കുട്ടികൾക്ക് പള്ളിയിൽ മതവിദ്യാഭ്യാസം നടത്താനുള്ള സമയമാണ് സർക്കാർ കവർന്നെടുത്തത് എന്നും ഇതിനോടകം തന്നെ ആരോപണം ഉയർന്നു കഴിഞ്ഞു. ജൂൺ 11 തിരുവനന്തപുരത്ത് വെച്ച് സമസ്തയുടെ നിവേദനം മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകിയതാണ് എന്നും ഗൗരവതരമായ ഈ വിഷയത്തിൽ ഒളിച്ചു കളിക്കുന്നതിന് പകരം ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും സമസ്ത ആവശ്യപ്പെട്ടു. സ്കൂൾ സമയമാറ്റം സംബന്ധിച്ച് ആരും ഇതുവരെ പരാതി നൽകിയിട്ടില്ല എന്നും പരാതി കിട്ടിയാൽ സമയമാറ്റം ആലോചിക്കാമെന്നും മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞിരുന്നു. വിവാദ വിഷയത്തിൽ ചർച്ചയ്ക്ക് അവസരം നൽകാതെ ഏകപക്ഷീയമായി സമയമാറ്റം നടപ്പിലാക്കുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്. അരമണിക്കൂർ വർദ്ധിപ്പിക്കുകയും അത് സൗകര്യാനുസരണം രാവിലെയോ വൈകുന്നേരമോ ആക്കാമെന്ന സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തതിനാൽ ചില വിദ്യാലയങ്ങൾ അരമണിക്കൂറും രാവിലെ തന്നെ ഉപയോഗപ്പെടുത്തുന്നത് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കുമെന്നും സമസ്ത പറയുന്നു. എല്ലാവരോടും കൂടി ആലോചിച്ചു മാത്രമേ സമയമാറ്റം നടപ്പിലാക്കൂ എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നേരത്തെയുള്ള പ്രസ്താവന പ്രതീക്ഷ നൽകിയിരുന്നു. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി സമയമാറ്റം നടപ്പിലാക്കാൻ സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകിയത് ശരിയല്ല. സമയമാറ്റം വരുമ്പോൾ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ മതവിദ്യാഭ്യാസത്തിന് ആവശ്യമായ സമയം ലഭിക്കാതെ പോവുകയാണെന്നും സമസ്ത നേതൃത്വം പറയുന്നു. വിദൂര സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥികൾക്കും യാത്രാ സൗകര്യമില്ലാത്ത ഗ്രാമങ്ങളിൽ നിന്ന് സ്കൂളിൽ എത്തിച്ചേരേണ്ടവർക്കും വലിയ പ്രയാസം സൃഷ്ടിക്കുന്നതായി പരാതികൾ ഉയരുന്നുണ്ട്. ഉള്ള സമയം ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നതിന് പകരം സമയം വർദ്ധിപ്പിച്ച അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ശാസ്ത്രീയമായ നടപടിയിൽ നിന്ന് സർക്കാർ പിന്തിരിയണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രക്ഷോഭങ്ങൾ നേരിടേണ്ടി വരുമെന്നും SKSSF പ്രതികരിച്ചു. പരാതി ഉയർന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും സമസ്ത പറഞ്ഞു. ഇതാണ് പിണറായിയെ പ്രകോപിപ്പിച്ചത്. മുഖ്യമന്ത്രി വിരട്ടിയതോടുകൂടി സംഗതി ശിവൻകുട്ടിയുടെ കയ്യിൽ നിന്ന് വിട്ടുപോയെന്നാണ് റിപ്പോർട്ട്. താൻ കേരളം കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് എന്ന് അവകാശപ്പെടുന്ന മന്ത്രി ശിവൻകുട്ടിയാണ് മുസ്ലിം സമുദായങ്ങളുടെ എതിർപ്പ് കണ്ട് ഭയന്ന് മാളത്തിൽ ഒളിച്ചത്. മുമ്പ് സ്കൂൾ പാഠ്യപരീക്ഷണ പദ്ധതിയിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്നാക്കം പോയത് സംസ്ഥയുടെ എതിർപ്പ് കാരണമാണ്. അന്നും സ്കൂൾ സമയമാറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാർ പിന്നോട്ട് പോയിരുന്നു. മിക്സഡ് ബെഞ്ചുകൾ, അതുപോലെ തന്നെ ജെൻഡർ യൂണിഫോം അടക്കമുള്ള ആശയങ്ങളോട് മുസ്ലിം സംഘടനകളിൽ വിമർശനവും ആശങ്കയും ഉയർന്നതോടുകൂടിയാണ് പരിഷ്കാരം തിരക്കിട്ട് വേണ്ട എന്ന നിയമത്തിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിയത്. വിദ്യാഭ്യാസ രംഗത്തെ പരിഷ്കരണം സംബന്ധിച്ച് പഠിച്ച ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ നടപടികൾ തീരുമാനിക്കൂ എന്നാണ് അന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയത്. എന്നിട്ട് സ്കൂൾ സമയം മാറ്റി ഏകപക്ഷീയമായി തീരുമാനമെടുത്തതാണ് ആരോപണം. ഖാദർ കമ്മീഷൻ സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കുന്നതിൽ സർക്കാർ ഇതുവരെ തീരുമാനം എടുത്തിട്ടുമില്ല. പാഠ്യപദ്ധതി പുതുക്കുക, വിശദമായ ചർച്ചകൾ ശേഖരിക്കുക. ഖാദർ കമ്മിറ്റി സ്കൂൾ സമയമാറ്റത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിലും സർക്കാർ സമയമാറ്റത്തിനില്ല എന്നും നിലവിലെ രീതി തുടരുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് അത് തൊണ്ട തൊടാതെ വിഴുങ്ങി. മതനിഷേധം സർക്കാർ നയമല്ല എന്നും മതപഠനത്തെ തടസ്സപ്പെടുത്തില്ല എന്നും പറഞ്ഞ് ശിവൻകുട്ടി യൂണിഫോം എന്ത് വേണം എന്നതിൽ അതാത് സ്കൂളുകൾക്ക് തീരുമാനമെടുക്കാമെന്നും മിക്സഡ് സ്കൂൾ ആക്കുന്നതിലും സ്കൂൾ തലത്തിൽ തീരുമാനമെടുക്കുന്നതാണ് നല്ലത് എന്നും ഇക്കാര്യങ്ങളൊന്നും സർക്കാർ ഇടപെട്ടിട്ടില്ല എന്നും മന്ത്രി പറഞ്ഞു. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുത്തുന്ന മിക്സഡ് ബെഞ്ച് സർക്കാരിന്റെ ആലോചനയിൽ ഇല്ലെന്നും ലിംഗസമത്വ ആശയങ്ങളിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോകില്ലെന്നും പറഞ്ഞ മന്ത്രി ചില തീവ്രവാദ സംഘടനകൾ സാഹചര്യം മുതലെടുക്കാൻ ശ്രമിക്കുകയാണെന്നും പറഞ്ഞു. അത് സമസ്തയെ കൂടി ചേർത്ത് മന്ത്രി നടത്തിയ പ്രസ്താവനയാണ്. വിദ്യാഭ്യാസ പരീക്ഷണത്തിനെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തിയിരുന്നു. സർക്കാർ ചിലവിൽ യുക്തിചിന്ത നടപ്പാക്കുകയാണ് എന്ന് വരെ ലീഗ് MLA N ഷംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു. മിക്സഡ് ബെഞ്ചും മിക്സഡ് ഹോസ്റ്റലും വലിയ പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് ലീഗ് നേതാവ് പറഞ്ഞത്. ലിംഗം നിശ്ചയിക്കുന്നത് ജൈവശാസ്ത്രപരമായാണെന്ന് കരടിൽ പറയുന്നു. അത് സമൂഹം സൃഷ്ടിക്കുന്നതാണ് എന്നാണ് വ്യക്തമാവുന്നത്. ലിംഗതുല്യതയെ ശക്തമായി എതിർക്കുന്നു. പക്ഷേ പാഠ്യപദ്ധതി പരിഷ്കാരത്തിന്റെ കരട് രേഖയിൽ പറയുന്നത് അത് സമൂഹം സൃഷ്ടിക്കുന്നതാണ് എന്നാണ്. ലിംഗതുല്യതയെ ശക്തമായി എതിർക്കും. സ്കൂൾ സമയമാറ്റം മദ്രസകളെ ബാധിക്കുന്ന നിലയിലുണ്ട്. കേരള സമൂഹത്തെ
ലൈംഗിക അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്നതാണ് പാഠ്യപദ്ധതി പരിഷ്കരണം. ഇത് പിൻവലിക്കണമെന്നാണ് ലീഗ് ആവശ്യപ്പെടുന്നത്. അന്ന് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഇടപെടലാണ് സർക്കാരിന്റെ നിർണായകമായത്. സ്കൂൾ സമയമാറ്റം വരികയാണെങ്കിൽ മതപഠനത്തിനുള്ള സാധ്യത ഇല്ലാതാകുമെന്നാണ് മുസ്ലിം സംഘടനകൾ പറയുന്നത്. സ്കൂൾ സമയം മാറ്റിയേ തീരൂ എന്ന വാശിയുണ്ടെന്നത് മന്ത്രി ശിവൻകുട്ടിക്കാണ് ഉണ്ടായിരുന്നത്. സമയം മാറ്റരുതെന്ന് മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടപ്പോൾ സാധ്യമല്ല എന്ന നിലപാടാണ് മന്ത്രി സ്വീകരിച്ചത്. അതോടെ കാന്തപുരം ഉൾപ്പെടെയുള്ള മുസ്ലിം പണ്ഡിതർ മന്ത്രി റിയാസിനെ കാണാനെത്തി. ഒരിക്കലും ശിവൻകുട്ടിയുടെ സ്വപ്ന പദ്ധതികൾ നടക്കാൻ പോകുന്നില്ല എന്ന ഉറപ്പ് മന്ത്രി റിയാസ് നൽകി. റിയാസും ശിവൻകുട്ടിയും തമ്മിൽ ചർച്ച നടന്നതോടുകൂടി തന്റെ തീരുമാനം കൂടി തൊണ്ട തൊടാതെ വിഴുങ്ങി. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി തീർന്നതോടുകൂടി ശിവൻകുട്ടി റിയാസിനെ വെട്ടി. ഇത് NSSന് വേണ്ടിയാണ് എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. കാരണം ശിവൻകുട്ടിക്ക് G സുകുമാരൻ നായരുടെ അടുത്ത ബന്ധമുണ്ട്. പണ്ടേ സുകുമാരൻ നായർ ലീഗിനും മുസ്ലിം സംഘടനകൾക്കും എതിരാണ് എന്ന കാര്യം പകൽ പോലെ എല്ലാവർക്കും വ്യക്തമാണ്. സമയത്തിൽ മാറ്റം വരുത്താനുണ്ടായ സാഹചര്യങ്ങൾ സംബന്ധിച്ച് അക്കാഡമികമായ ചർച്ച അനിവാര്യമാണ്. കുട്ടികളുടെ പഠനത്തിന് ഏറ്റവും ഉചിതമായ സമയം പ്രഭാതത്തിനോട് ചേർന്നുള്ള സമയമാണെന്നാണ് മാനസിക ആരോഗ്യ വിദഗ്ധരുടെയും മനഃശാസ്ത്രജ്ഞരുടെയും അഭിപ്രായം. നീണ്ട ഉറക്കത്തിന് ശേഷം പുതിയ അനുഭവങ്ങളെ സ്വീകരിക്കുവാനും ചിന്തകളെ ഉദ്ദീപിക്കുവാനും വേണ്ടി മനസ്സ് പാകമായിരിക്കുന്ന സമയമാണ് ഇത്. പ്രഭാതം കഴിയും മുമ്പ് പഠനം തുടങ്ങിയാൽ കുട്ടികൾക്ക് അത് കൂടുതൽ ഫലപ്രദമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. റിപ്പോർട്ട് പ്രകാരം ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം കുട്ടികളുടെ സർഗശേഷി വികാസനത്തിനും തൊഴിൽ കായിക ശേഷി വികസനത്തിനുമായി നീക്കിവെച്ചാൽ കുട്ടികളുടെ വിദ്യാഭ്യാസം കൂടുതൽ അർത്ഥപൂർണമാവും. ഉച്ചയ്ക്ക് ശേഷമുള്ള കുറേ സമയം അധ്യാപകർക്ക് അടുത്ത ദിവസത്തേക്കുള്ള പഠന ആസൂത്രണവും തയ്യാറെടുപ്പും നടത്താനും ഉപകരിക്കും. സംസ്ഥാനത്തെ ഓഫീസുകളും സ്കൂളുകളും പ്രവർത്തനം ആരംഭിക്കുന്നത് ഏതാണ്ട് ഒരേ സമയത്താണല്ലോ. ഈ സമയം റോഡുകളിലെ ഗതാഗത തിരക്കും അതുപോലെ തന്നെ മാർഗതടസ്സവും വളരെ രൂക്ഷമാണ്. തിരക്കേറിയ റോഡുകളിൽ അപകടങ്ങളും മരണങ്ങളും കൂടി വരുന്നു. സ്കൂളുകളുടെ പ്രവർത്തനം 8 മണിയിലേക്ക് മാറുമ്പോൾ ഇക്കാര്യത്തിൽ ഒരു പരിധിവരെ ആശ്വാസമുണ്ടാകും. എന്നാൽ അതുണ്ടായില്ല. ബ്രസീലിൽ രാവിലെ ശരാശരി 7 മണിക്കും ചൈനയിൽ 7:30 പഠനം ആരംഭിക്കും. ചിലി, കെനിയ, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ രാവിലെ 8-നാണ് ക്ലാസുകൾ ആരംഭിക്കുന്നത്. രാവിലെയുള്ള ക്ലാസ് ഇന്ത്യയിലും ഇപ്പോൾ പുതിയ കാര്യമല്ല. ജാർഖണ്ഡിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 വരെയും ബീഹാറിൽ 6:30 മുതൽ 11:30 വരെയും ഹരിയാനയിൽ 7 മുതൽ ഉച്ചയ്ക്ക് 12 വരെയുമാണ് പഠന സമയം. രാജസ്ഥാനിൽ 7:30 മുതൽ 11, ആന്ധ്രാപ്രദേശിൽ 7:30 മുതൽ 11:30 വരെ എന്നീ സംസ്ഥാനങ്ങളിലും കേരളത്തെക്കാൾ വളരെ മുമ്പ് തന്നെ കുട്ടികളുടെ പഠനം ആരംഭിക്കുന്നു. മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ കൂടാതെ കഠിനമായ കാലാവസ്ഥ കൂടി പരിഗണിച്ചാണ് ഈ സമയ ക്രമീകരണം നടപ്പാക്കിയിരിക്കുന്നത്. എന്നാൽ മതത്തിന്റെ പേര് പറഞ്ഞ് കുട്ടികൾ അനുഭവിക്കേണ്ട സൗകര്യങ്ങൾ അവ തടയുന്നത് തെറ്റാണ്. സംസ്ഥാന സർക്കാരിൽ മുസ്ലിം ജനവിഭാഗത്തിന്റെ നോമിനിയാണ് റിയാസ്. അബ്ദുറഹ്മാനെ പോലെയുള്ള മന്ത്രിമാർ ഉണ്ടെങ്കിലും മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന നിലയിൽ എല്ലാവരും റിയാസിനെയാണ് സമീപിക്കുന്നത്. റിയാസ് പറഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് മറ്റ് തീരുമാനങ്ങളില്ല എന്നതാണ് സത്യം. മുഖ്യമന്ത്രിയുടെ വീട്ടിൽ അത്ര പവർഫുൾ ആണ് അദ്ദേഹത്തിന്റെ മകൾ വീണ വിജയൻ. സമീപകാലത്തായി ഒരു പ്രത്യേക മതവിഭാഗത്തിലുള്ളവരെ പ്രീണിപ്പിക്കുന്നത് CPM-ന്റെ പതിവായി മാറിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിനോട് കാണിക്കുന്ന പ്രത്യേക പ്രതിബദ്ധത ഇതിന്റെ ഉദാഹരണമാണ്. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടിയുടെ അഭ്യാസം കുട്ടികളോട് വേണ്ട എന്ന് വേണം പറയേണ്ടത്.